ഈ ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. IPC ഫിലദൽഫിയ ദുബൈ സഭയുടെ വർഷിപ്പ് സർവീസ് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. നാം ശരീരം കൊണ്ട് ദൂരസ്ഥരാണെങ്കിലും നമ്മുടെ ഹൃദയവും മനസ്സും ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി ഒരു നിമിഷം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവപാദപീഠത്തിങ്കൽ നമുക്കായിരിക്കാം. നമ്മെ സഹായിപ്പാൻ കഴിയുന്ന, നമ്മെ വിടുവിപ്പാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സന്നിധാനത്തിലാണെങ്കിലോ നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. ഈ സന്ധ്യയിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈ രാത്രിയിലെ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായി വൈകിയ സമയത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ വാഴ്ത്തുന്നു. കർത്താവെ, വൈകിയ സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിങ്കൽ ലൈവായി അടുത്ത് വരുവാൻ ദൈവമാകുന്ന കർത്താവ് സഹായിച്ച കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. സംഭവബഹുലമായ കഴിഞ്ഞ ആഴ്ചയിലെ ഓരോ ദിനങ്ങളിലും ദൈവം ഞങ്ങളെ അത്ഭുതകരമായി സൂക്ഷിച്ചു. ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ നൽകി തന്ന് ഓരോ ദിവസവും അവിടുന്ന് ജയോത്സവമായി നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ സഭയാം കുടുംബങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ വ്യക്തികളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ധ്യയിൽ ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ധ്യയിൽ നടക്കുന്നതായ ശുശ്രൂഷകളെല്ലാം ദൈവ തിരുനാമ മഹത്വത്തിനായി മാറുവാൻ, സ്വർഗം കുനിഞ്ഞു നോക്കുന്ന അനുഭവങ്ങളിലേക്ക് മാറ്റപ്പെടുവാൻ എൻ്റെ ദൈവം അവിടെ ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നാഥ, വലിയ ദൈവകൃപയും ദൈവ സാന്നിധ്യം അവിടെ നിന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി തരണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഏകാഗ്രബോധത്തോടെ അതാതിടങ്ങളിലായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പാടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. അനുഗ്രഹീതമായ സങ്കീർത്തനത്തെ ഞങ്ങൾക്ക് നൽകണമേ. അനുഗ്രഹീതമായ ദൈവവചനത്തെ ഞങ്ങൾക്ക് തരണമേ. എല്ലാ നിലകളിലും അങ്ങയുടെ നാമം മാത്രം ഈ രാത്രിയിൽ ഉയരുവാൻ എന്റെ ദൈവം അവിടെ ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആദിയോടന്തം ദൈവത്തിന്റെ വലിയ കൃപയും സാന്നിധ്യവും പരിപാലനവും ദൈവം നൽകി തരണമേ. ദൈവാത്മ നിയന്ത്രണത്തിൽ എല്ലാ ശുശ്രൂഷകളും നടപ്പാൻ ഇടയാക്കണമേ. അവിടുന്ന് തന്നെ പ്രാർത്ഥന യാചന കേട്ടതിനാൽ നന്ദി പറയുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പരമപിതാവിന് സ്തുതി പാടാമെന്നുള്ള പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പരമപിതാവിനു സ്തുതി പാടാ, അവനല്ലോ ജീവനെ നൽകിയവേ. പരമപിതാവിനു സ്തുതി പാടാ, അവനല്ലോ ജീവൻ നൽകിയവേ. പാപങ്ങളാകവെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളാകില നീക്കിടുന്നു. പരമപിതാവിനു സ്തുതി പാടാ, അവനല്ലോ ജീവനെ നൽകിയവേ. പരമപിതാവിനു സ്തുതി പാടാ, അവനല്ലോ ജീവനെ നൽകിയവേ. നമ്മയെ പോലെന്നെയോ മെനിച്ചു അപകടവേ പാലിച്ചവേ. നമ്മയെ പോലെന്നെയോ മെനിച്ചു അപകടവേളയിൽ പാലിച്ചവേ. ആഹാരപാനീയമേകിയവേ. നിത്യമാം ജീവനിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം, അവൻ ജീവനെ നൽകിയവേ. പരമപിതാവിനു സ്തുതി പാടാം.
ഇടയനെ പോലെ തേടി വന്നു. പാപക്കുഴിയിൽ നിന്ന് എത്തിയാവേ സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാ. സ്വന്തരക്തം നമുക്കേകിയതാൽ പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകി അവേ പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ നൽകിയവേ കൊടുകളെ കൊടെ കൊടിളക്കി പറക്കുവാന നമ്മെ ശീലിപ്പിച്ചോ. കൊടുകളെ കൊടെ കൊടിളക്കി പറക്കുവാന നമ്മെ ശീലിപ്പിച്ചോ. ചിറകുകളതിന്മേൽ വഹിച്ചു നമ്മെ നിലംബരികായി നാം നശിച്ചിടാതെ പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവേ പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവേ സ്തോത്രം ചെയ്യാ ഹൃദയ കുറുമ്പിടമാവൻ മുൻപില അതേരവായി. സ്തോത്രം ചെയ്യാ ഹൃദയംഗമായി കുറുമ്പിടമാവൻ മുൻപില അതേരവായി. ഹല്ലേലൂയ പാടമോ ദമോടെ അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവൻ നൽകിയവേ പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവേ ഇടയനെ പോലെന്നെ തേടി വന്നു. പാപക്കുഴിയിൽ നിന്ന് എത്തിയവേ ഇടയനെ പോലെന്നെ തേടി വന്നു. പാപക്കുഴിയിൽ നിന്ന് എത്തിയവേ സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ. സ്വന്തരക്തം നമുക്കേകിയവേ പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവേ പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവൻ നൽകിയവേ സ്തോത്രം ചെയ്യാ ഹൃദയംഗമായി കുറുമ്പിടമാവൻ മുൻപിലാതരവായി. സ്തോത്രം ചെയ്യാ ഹൃദയംഗമായി കുറുമ്പിടമാവൻ മുൻപിലാതരവായി. ഹല്ലേലൂയ പാടമോ ദമോടെ അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവേ പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ. Hallelujah, praise the Lord. We worship you, Lord. We honor you, Father. We magnify your name, Father.
You are the Lord of Lords. You are the King of Kings. You alone are worthy to be praised. രാജാതി രാജാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. We worship you, Lord. We worship you, Lord. We worship you, Lord. രാജാതി രാജാവേ, കർത്താതി കർത്താവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് മാത്രം സ്തുതികൾക്ക് യോഗ്യനാകയാൽ, പുകഴ്ചകൾക്ക് യോഗ്യനാകയാൽ, ബഹുമാനത്തിന് യോഗ്യനാകയാൽ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. രാജാതി രാജാവേ, മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവകൃപ 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 ദൈവകൃപ. ശൈതനാമനഗലഹൗഡകാരാജഗ ഇദകാരാജഗ ശൈതനവനഗലഹൗഡംബരവരവൗഡകരാജഗ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. രക്തത്താൽ വചനത്താൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. രക്തത്താൽ വചനത്താൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. ദൈവകൃപയാവരിക്കണമേ, ദൈവകൃപയാവരിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ നമുക്ക് ദൈവസന്നിധാനത്തിങ്കൽ വണക്കാം. അനുഗ്രഹീതമായ ഈ സന്ധിയിൽ കർത്തൃപാദപീഠത്തിങ്കൽ ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് ലൈവായി ആരാധനയായി കൂടി വരുവാൻ ദൈവമാകുന്ന കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. സംഭവബഹുലമായ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ദൈവം നമ്മെ അത്ഭുതകരമായി സൂക്ഷിച്ചു. അതിലുപരിയായി നമ്മുടെ ആയുസിന്റെ ഈ നിമിഷം വരെ കർത്താവ് നമ്മെ അത്ഭുതകരമായി നടത്തി. ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി. അനേക വൈതരണികൾ നമ്മുടെ തലയ്ക്ക് മീതെ കടന്നുപോയപ്പോൾ, അനേക പ്രതികൂലങ്ങൾ നമ്മുടെ തലയ്ക്ക് മീതെ കടന്നുപോയപ്പോൾ, സർവശക്തനായ ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളും ഓർത്ത്, ദൈവം നടത്തിയതായ എല്ലാ വിധങ്ങളും ഓർത്ത് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇന്ന് സന്ധിയിലും ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും മറന്നു പോകാതെ നന്ദിയുള്ളവരായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുന്നത് പോലെ, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രമെടുത്ത് ഞാൻ എൻ്റെ ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമെന്ന് ഈ രാത്രിയിലും നമുക്ക് ഒരുമിച്ച് പറയുവാൻ ദൈവം നമ്മെ ഇടയാക്കിയതോർത്ത്, നമ്മെ പോലെ ജീവിക്കുവാൻ ആഗ്രഹിച്ച അനേക പ്രിയപ്പെട്ടവര് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടപ്പോൾ, അനേകർക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പാൻ കഴിവില്ലാതെ ഇരിക്കുമ്പോൾ, സർവശക്തനായ ദൈവം നടത്തിയ എല്ലാ വിധങ്ങളും ഓർത്ത്, ദൈവത്തിന്റെ എല്ലാ സൂക്ഷിപ്പുകളും ഓർത്ത്, ദൈവം ചെയ്ത എല്ലാ നന്മകളും ഉപകാരങ്ങളും ഓർത്ത്, ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ഒരു നിമിഷം എല്ലാവരും അതാതിടങ്ങളിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ സഭയാം കുടുംബങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ എല്ലാ വ്യക്തികളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പാസമച്ചിക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവദാസന്മാരെ, കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസ കുടുംബങ്ങളെ, കുടുംബങ്ങളായി പാർക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ബാച്ചിലേഴ്സ് ആയിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകൃപയ്ക്കുള്ള കർത്താവ് വീണ്ടും സൂക്ഷിക്കേണ്ടതിന് ഈ മഹാമാരിയുടെ സമയത്ത് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഭാരങ്ങളും പ്രയാസവും ഉണ്ടാകാതെ ദൈവം എല്ലാവരെയും വിസ്താരമേറി ചിറകടിക്കുള്ളിൽ പരിപാലിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കളായി, സഹോദരങ്ങളായി, പ്രിയപ്പെട്ടവരായുള്ളവരെയൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവരൊക്കെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിലും മണ്ഡലങ്ങളിലും ദൈവം എല്ലാവരെയും സൂക്ഷിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ രാത്രി പാടുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവസന്നിധാനത്തിന് പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തേണ്ടതിന് ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം, അനുഗ്രഹിക്കപ്പെട്ട തിരുവചന ചിന്തകളൊക്കെ ദൈവം ഈ രാത്രി നമുക്ക് തരേണ്ടതിന്, എല്ലാ നിലകളിലും കർത്താവിന്റെ നാമം ഉയരപ്പെടേണ്ടതിന്, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി, മാനസികമായി അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വലിയൊരു അനുഗ്രഹം ഈ രാത്രി കർത്താവ് കൽപ്പിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ലൗസിപ്പ പരസ്യമായി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുവേശുവിൽ കൂടെ ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട ശ്രീപിതാവേ, നല്ല സന്ധ്യയുടെ സമയത്തിനായി ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്നു. സഭായോഗത്തിലുള്ള ബന്ധത്തെ കർത്താവെ, പല ഭവനങ്ങളായ അടികൾ കർത്താവെ, ഹല്ലേലൂയ, ഇന്ന് രാത്രിയുടെ ആമത്തെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവം തന്ന എല്ലാ കൃപകൾക്കായി ഞങ്ങൾ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്നു. കഴിഞ്ഞൊരാഴ്ച കാലം കർത്താവെ, വിവിധ ഭവനങ്ങളിലായിരുന്ന അടികളെ ഓരോരുത്തരെയും ഹോവാ കാത്തുവരെ വെച്ച് നല്ല കർത്താവായിരിക്കാൻ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്ന ദൈവമേ,
ഇന്ന് പകലന്തിയോളം ദൈവം എന്നീ അടികളെ കാത്തതിനാൽ പരിപാലിച്ചതിനാൽ സൂക്ഷിച്ച കൃപകൾക്കായി ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്നു. യഹോവയുടെ സന്നിധിയിലെ സന്തോഷം ഞങ്ങളുടെ ബലമായിരിക്കാൻ ഞങ്ങളുടെ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ സന്നിധാനത്തെ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമം ഞങ്ങൾ അറിയുന്ന കർത്താവേ, ഞങ്ങളുടെ എല്ലാ പാവശങ്ങളെയും കുറവശങ്ങളെയും വാസമായി ക്ഷമിക്കുമാറാണമേ. ജഡത്തിലെയും ആത്മാവിലെ സകല കന്മഷ്യത്തെ അയറ്റുമാറാണമേ. കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു പ്രാവശ്യമുള്ള പുത്രന്റെ പുണ്യാഹലത്വമുണ്ട്. അടിയങ്ങളുടെ ഓരോ ഹൃദയത്തെയും ദൈവമേ കഴുകി ശുദ്ധീകരിക്കുമാറാണമേ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ലല്ലോ നാഥ. ശുദ്ധീകരണത്തോടുകൂടി കർത്താവിന്റെ പാദത്തിൽ കടന്നു വരുവാന് ദൈവമേ നേരങ്ങളെ സഹായിച്ചുകൊള്ളുമാറ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ, നിന്റെ പ്രാകാരിക പാർക്കേണ്ടതിന് നീ തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനായിരിക്കാൽ. ഓ, ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായി നിന്റെ ആലയത്തിലെ നന്മോട് തൃപ്തരാകുവാൻ തക്കണം. ദൈവ സാന്നിധ്യം, ഓ ദൈവശക്തി അടിയങ്ങളുടെ മേൽ പൗരുമാറാണമേ. കർത്താവേ, നീ അടിയങ്ങളോട് മനസ്സലിയുമാറണമേ. എല്ലാവരുടെയും കണ്ണ് കർത്താവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കാൻ ഞങ്ങളുടെ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവേ, സഭ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയാ കുടുംബങ്ങളെ ഞങ്ങളുടെ ബലമുള്ള കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. എല്ലാ ദേവദാസന്മാരുടെ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഓരോ ദേവദാസന്മാരെ അവരുടെ കുടുംബങ്ങളെ പേരുപേരായ കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് തരികയാണ് നാഥ. ഓരോരുത്തരെ കുടുംബമായ അനുഗ്രഹിക്കുമാറാണമേ. ആവശ്യങ്ങളെ കൂടെ ഇരിക്കുമാറാണമേ. ബലപ്പെടുത്തുമാറാണമേ. സഹായിച്ചുകൊള്ളുമാർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാവനായി കർത്താവേ, ഹല്ലേലൂയ, മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ എല്ലാവരോട് പ്രാർത്ഥിക്കുകയാണ്. പഠിക്കുന്ന പൈതങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണമേ. ആവശ്യമായ ദൈവകൃപ അവരുടെ മേൽ പകരുമാറാണമേ. ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരുടെ ജോലിയിൽ, യാത്രയിൽ, പോക്കുവരയിലൊക്കെ കർത്താവെ നിന്റെ വലിയ സാന്നിധ്യം കൂടെ കൃപകൾക്കായി സ്തോത്രം. കണ്ണിനെ കണ്ണുനീരിൽ വിടിവിച്ച ദൈവം നീയാണ്. കാലിനെ ഹല്ലേലൂയ വീഴ്ചയിൽ വിടിവിച്ച ദൈവം നീയാണ്. ഹല്ലേലൂയ. ഓ, പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവിച്ച കർത്താവ് അങ്ങായിരിക്കാൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവേ, ഓ ദൈവജനത്തിൽ വ്യാപരിച്ച കൃപകൾക്കായി ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. സഭയായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറണമേ. രോഗത്തില്, ക്ഷീണത്തില്, ഭാരത്തില്, ദുഃഖത്തില്, വേദനയിലൊക്കെ ആയിരിക്കുന്നവരെ വിടുവിക്കുമാറണമേ. സൗഖ്യമില്ലാതെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നേമേ. ആണിപ്പിഴുന്നുള്ള കരം നീട്ടുമാറണമേ. ഓവിടെ കരം ഹല്ലേലൂയ അസൗഖ്യമാക്കുന്ന കരമായിരിക്കാൻ ആ മുറിഞ്ഞ കരം തൊട്ട് കർത്താവേ രോഗശാന്തിയും ആരോഗ്യം വരുത്തി സൗഖ്യമാക്കുമാറാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നീ അത്ഭുതത്തിന്റെ ദൈവമാണ്, അടയാളത്തിന്റെ ദൈവമായിരിക്കാൻ സ്തോത്രം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധിയുടെയും ദൈവം അങ്ങായിരിക്കാൻ ഓ ദൈവത്തെ ഞങ്ങളെ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവേ, ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാണെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അങ്ങ് സത്യ ദൈവമാണ്, ജീവനുള്ള ദൈവം, ശാശ്വത രാജാവുമായിരിക്കാൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഹോവയിൽ ആശ്രയിക്കുകയും ഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനായിരിക്കാൻ. ഓവൻ വെള്ളത്തിനെതിരെ നട്ടിരിക്കുന്നതും ഹല്ലേലൂയ അചരീത്ത് വേരൂന്നിരിക്കുന്ന വൃക്ഷം പോലെ ഹല്ലേലൂയ ആയിരിക്കുന്നതായിരിക്കാൻ ദൈവമേ ഞങ്ങളുടെ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്ന കർത്താവേ. ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കാതെ കർത്താവേ, ഹല്ലേലൂയ ഇല പച്ചയായിരിക്കാൻ തക്കവണ്ണം കർത്താവേ, വരൾച്ചയുള്ള കാലത്ത്, ക്ഷാമമുള്ള കാലത്ത്, രോഗമുള്ള കാലത്ത്, ഹല്ലേലൂയ ഭീതിയുടെ ഭയത്തിന്റെ കാലത്ത് കർത്താവേ, ഹല്ലേലൂയ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുവാൻ തക്കവണ്ണം ദൈവജനത്തിന്റെ വലിയ ദൈവ സാന്നിധ്യം, വലിയ ദൈവശക്തി കർത്താവേ, ഓ പകരുമാറാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിങ്ങളെന്നെ അന്വേഷിക്കും, പൂർണ്ണഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ അതിനെ കണ്ടെത്തുമെന്ന ദൈവമേ അങ്ങയുടെ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നല്ലോ നാഥ. ഹല്ലേലൂയ ഹല്ലേലൂയ. കാലം പൂർണ്ണഹൃദയത്തോടെ ഹോവയെ അന്വേഷിപ്പാൻ തക്കവണ്ണം ദൈവമേ സഹായിച്ചുകൊണ്ട് മാറണമേ. പൂർണ്ണഹൃദയത്തോട്, പൂർണ്ണാത്മാവോട്, പൂർണ്ണ ശക്തിയോട് കർത്താവേ അങ്ങയെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ ശക്തി പൗരുമാറണമേ. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചില്ലാതെ വണ്ണം ദൈവകൃപയുടെ മേൽ പൗരുമാറാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സഭയായി എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദേവദാസന്മാരെ, അവരുടെ കുടുംബങ്ങളെ കർത്താവെ, സഭയിൽ കടന്നുന്ന എല്ലാ സഹോദരിമാരും സഹോദരിമാര് എല്ലാവരുടെ കുടുംബങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ എല്ലാ കുഞ്ഞുങ്ങളെ മുദ്രയിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വരും ദിവസങ്ങളിൽ ജീവിക്കാൻ ആവശ്യമാണ് എല്ലാ ദൈവശക്തിയും പൗരുമാറാണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനെ ഘോഷിപ്പാൻ വൃത്തിനെ അധികാരവും നിർത്തുമാറാണമേ കർത്താവേ. ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദേശത്തെ അനുഗ്രഹിക്കുമാറാണമേ. ഹോവേ മനസ്സലിയുമാറാണമേ കർത്താവേ. എല്ലാ ഗൾഫ് നാടുകളെ, വിദേശ രാജ്യങ്ങളെ അനുഗ്രഹിക്കുമാറാണമേ. ഇന്ത്യ മഹാരാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നിന്റെ സുവിശേഷം എല്ലാവർക്കും എത്തുവാന് ഹോവേ കൃപ
തീപ്പൊയ്യിൽ തള്ളിയിടുമെന്ന ദൈവത്തിന്റെ വചനമായിരിക്കാൻ അനേകർ ഈ നാടിലെ കർത്താവെ രക്ഷയിലേക്ക് കടന്നു വരുവാന് കർത്താവെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ പേരെഴുതുവാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കുമാറാകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ എല്ലാ വിഷയങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദേശം ദേശമായി, രാജ്യം രാജ്യമായി എല്ലാവരും വിടുവിക്കുവാണമേ കർത്താവെ. ഹല്ലേലൂയ. സകല രോഗികളെ നീ സൗഖ്യമാക്കുവാണമേ കർത്താവ്. ഓരോ കുടുംബത്തിലും നിന്റെ വിടുതൽ അയക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. എല്ലാം ഞങ്ങൾക്കായി ജീവന ശേഷി കർത്താവിന്റെ മുന്നേ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ തോന്നി കേൾക്കുമാറാണമേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന യാചന കേട്ടതിനാൽ നമുക്ക് ഒരുമിച്ച് നന്ദിയോട് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാം എല്ലാവരും അതാതിടങ്ങളിലായിരിക്കുന്ന സ്ഥാനത്ത് 8-ാം സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് വായിപ്പാൻ ദൈവമിടയായി തീരട്ടെ. സാംസ് നമ്പർ 8, 8-ാം സങ്കീർത്തനം അവരവര് ആയിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വായിച്ച് നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം? നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാ കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ആ സങ്കീർത്തനത്തിന്റെ പ്രാരംഭ വാക്യത്തിലും അവസാന വാചകത്തിലും നമ്മൾ വായിച്ചതുപോലെ ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ഈ രാത്രി ഒരു നിമിഷം കൂടെ ആ ശ്രേഷ്ഠമായ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം നമുക്ക് തന്ന അവസരത്തെ ഓർത്ത് മറ്റു പലർക്കും ഈ ഭൂമിയിൽ ലഭിക്കാത്ത ഇങ്ങനെ ഒരു സൗഭാഗ്യ പദവി ദൈവം നമുക്ക് തന്നതോർത്ത് എല്ലാവരും ചേർന്ന് ഒരു നിമിഷം കൂടെ നന്ദിയോട് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ വീണ്ടും അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് തന്ന സങ്കീർത്തനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. ദൈവതിരുനാമ മഹത്വത്തിനാക്കണമേ. അവിടുന്ന് തന്നെ പ്രാർത്ഥന യാചന കേട്ടതിനാൽ നന്ദി പറയുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കലൂടെ ഈ ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മൾ ഇന്ന് വായിച്ചതായ സങ്കീർത്തനം വളരെ സുപരിചിതമായ സങ്കീർത്തനമാണ്. അതിൽ നിന്ന് 1-2 വാക്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവസാനിപ്പിക്കാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. 8-ാം സങ്കീർത്തനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യമെന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻ ഓഫ് പ്രൈസ് ടു ഗോഡ്, അല്ലെങ്കിൽ മനുഷ്യൻ സൃഷ്ടിയുടെ മണിമകുടമാണെന്ന് ആ ഭാഗത്തിലൂടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് അതിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. അതിൻ്റെ 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും നമുക്ക് നോക്കാം. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. അടുത്തത്, നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. അപ്പോൾ താഴോട്ട് നമ്മൾ ആ വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം കൂടെ കാണുവാനായിട്ട് കഴിയും.
ആൻസർ ടു ദ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മാൻ, മനുഷ്യൻ ആരാകുന്നു അല്ലെ എന്താകുന്നു എന്നുള്ള ചോദ്യത്തിലൂടെ ഉത്തരം കാണുവാനായിട്ട് താഴോട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് കഴിയും. പ്രത്യേകിച്ച് ആ പ്രാരംഭ ഭാഗങ്ങൾ നമ്മൾ ഒരുമിച്ച് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗോഡ് ക്രിയേറ്റഡ് അസ്, ദൈവം നമ്മെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എല്ലാ മനുഷ്യരെയും ദൈവ സൃഷ്ടിയാണെന്ന് നമുക്ക് തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് തിരുവചനത്തിൽ നമ്മൾ ആദ്യ പുസ്തകത്തിൽ തന്നെ കാണുന്നത്, ദൈവം പറയുന്ന വാക്ക് ലെറ്റ് us ക്രിയേറ്റ് man in our own image and in our own likeness. നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്ക എന്ന് ദൈവം പറയുകയും അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ആദ്യ മനുഷ്യന് ദൈവം എല്ലാവിധമായ സൗഭാഗ്യങ്ങളും നൽകിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്, തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്, മനുഷ്യൻ ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെട്ടു പോയതിനാൽ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ആ നഷ്ടപ്പെടുത്തിയ ദൈവ തേജസ് മടക്കി തരുവാനാണ് ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചതെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തവും അതിന്റെ നിവൃത്തിയുമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെട്ടു പോയ, ദൈവതേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ വീണ്ടെടുക്കേണ്ടതിനായിട്ട് ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയപ്പാനായിട്ട് ഇടയായി തീർന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ബർത്ത് ഓഫ് ജീസസ് ബ്രോട്ട് സാൽവേഷൻ ടു വേൾഡ്. യേശുവിന്റെ ജനനം, തന്നിലൂടെയുള്ള രക്ഷ മനുഷ്യർക്ക് പ്രദാനം ചെയ്യുവാൻ ഇടയായി തീർന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ, അതിലുപരിയായിട്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, നമ്മൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ നമുക്ക് വളരെ വിശേഷതകൾ ഉണ്ട് എന്ന് നമ്മൾ ആരും മറന്നു പോകുവാൻ ഇടയായി തീരരുത്. അങ്ങനെ നാം ഒരു വിശിഷ്ട ജനമാണെങ്കിൽ, ദൈവസന്നിധിയിൽ വിശേഷതയുള്ളവരാണെങ്കിൽ, തുടർന്ന് നമ്മൾ ആ സങ്കീർത്തനത്തിൽ കാണുന്ന വാക്യങ്ങളിൽ 3-4 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയൂടെ കാണുന്നുണ്ട്. 3-4 വാക്യങ്ങളിലൂടെ നമുക്ക് നോക്കാം. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്തിനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കും. താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഗോഡ് കെയർസ് ഫോർ us. അപ്പൊ നമ്മെ സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ, എന്നെ സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ, നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ, ആ ദൈവം നമ്മെ കരുതുന്നവനാണെന്നൂടെ തിരുവചനം നമ്മെ ഓർപ്പിക്കുക. ഗോഡ് കെയർസ് ഫോർ us. ദൈവം എന്നെ സൃഷ്ടിച്ചെങ്കിൽ ദൈവം എന്നെ പരിപാലിപ്പാനും ശക്തനായ ദൈവമാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്ന് സന്ധ്യയിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ദൈവം അറിയാതെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. 5-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ തേജസ്സും ബഹുമാനവും അണിയിക്കപ്പെട്ട ദൈവമക്കളാണ് നാം ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഗോഡ് ക്രൗൺസ് us. അപ്പൊ 3 ചിന്തകൾ ആ സങ്കീർത്തനത്തിലൂടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്. സർവശക്തനായ ദൈവമാണ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത്. ആ സൃഷ്ടിതാവായ ദൈവം ജീവിതത്തിന്റെ ഏത് പരിതസ്ഥിതിയിലും എന്നെയും നിങ്ങളെയും കരുതുവാൻ ശക്തനായ ദൈവമാണ്. വീണ്ടും നമ്മൾ ഇപ്പോൾ വായിച്ച വാക്യത്തിലൂടെ അവിടെ വീണ്ടും സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത് ഗോഡ് ക്രൗൺസ് us. ദൈവം നമ്മെ കിരീടം അണിയിക്കുന്ന ദൈവം കൂടെയാണെന്ന് ആ 5-ാം വാക്യത്തിൽ നമ്മൾ കണ്ടല്ലോ. തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ പ്രാരംഭ വാക്യത്തിലും അവസാന വാക്യത്തിലും വായിച്ചതുപോലെ, നാം ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ, നാം
നമ്മെ ദൈവം കരുതുന്നുണ്ടെങ്കിൽ, അവൻ നമ്മെ തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നെങ്കിൽ, നമ്മൾ വായിച്ച വാക്യം മറക്കരുത്, ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ ശ്രേഷ്ഠമായ നാമത്തെ ഉയർത്തുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട, വിളിക്കപ്പെട്ട ഒരു പ്രത്യേക ജനനദിയാണ് ഞാനും നിങ്ങളുമെന്ന് ഇന്ന് രാത്രി ഒരിക്കലൂടെ നാം ഓർക്കുവാൻ ഇടയായി തീരട്ടെ. ഇന്ന് രാത്രി ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. പലപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ, പ്രയാസങ്ങൾ നേരിടുമ്പോൾ, പ്രതികൂലങ്ങൾ നേരിടുമ്പോൾ, പലപ്പോഴും പലവിധമായ ചോദ്യചിഹ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ, ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഞാനാണ് നിന്നെ സൃഷ്ടിച്ചതെങ്കിൽ, ഞാനാണ് നിന്നെ കരുതുന്ന ദൈവം, ഞാനാണ് നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം. ഇന്ന് രാത്രി ആ കരുതുന്ന ദൈവത്തെ ഒരിക്കലൂടൊന്ന് അനുഭവിച്ചറിയുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ആ തിരിച്ചറിവുള്ളവരെ, അങ്ങനെ ആ സമർപ്പണമുള്ളവരെ ദൈവം തേജസ്സും ബഹുമാനവും അണിയിക്കുന്നു എന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നെങ്കിൽ, ആ ശ്രേഷ്ഠമേറിയ നാമത്തെ ഉയർത്തുവാൻ വിളിക്കപ്പെട്ട ഞാനും നിങ്ങളും ആ ശ്രേഷ്ഠമേറിയ നാമത്തെ ഓരോ നിമിഷം ഉയർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ, അവസാന ശ്വാസം വരെ ആ ദൈവത്തിന്റെ നാമം ഉയർത്തിക്കൊണ്ട് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവമാകുന്ന കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ആ സങ്കീർത്തന ഭാഗം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് നാം അല്പസമയം തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ വാസ്തവമായ ദൈവസാന്നിധ്യവും കർത്താവ് നൽകേണ്ടതിനു വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ നാം നിരന്തരമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളും ദൈവസന്നിധാനത്തിങ്കൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയാം കുടുംബങ്ങളെയെല്ലാം ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. എല്ലാ കുടുംബങ്ങളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവകൃപയ്ക്ക് സൂക്ഷിക്കപ്പെടുവാൻ, എല്ലാ വ്യക്തികളെയും ദൈവം പരിപാലിക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പാസമച്ചിക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, അതുപോലെ നമ്മുടെ സഭയിലെ ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി, ബാച്ചിലേഴ്സായിട്ടും കുടുംബങ്ങളായിട്ടും നമ്മുടെ ഇടയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ ഓർക്കാം, ഈ ലേണിംഗ് നടത്തുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം, മറ്റാവശ്യങ്ങളുടെ നടുവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കാം, ജോലിക്ക് വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവരെ ഓർക്കാം, ശരീരത്തിൽ ബലഹീനയായിരിക്കുന്ന സഹോദരിമാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ശാരീരികമായി സൗഖ്യമില്ലാത്ത പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നിലകളിലും കർത്താവിന്റെ നാമം ഉയരപ്പെടേണ്ടതിന് വേണ്ടി, കുടുംബജീവിതത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഓർക്കാം. എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് ഓർക്കാം, നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് ഓർക്കാം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ബന്ധുക്കളെ, ചാർച്ചക്കാരെ, കുഞ്ഞുങ്ങളെ ഒക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരൊക്കെ ആയിരിക്കും സ്ഥാനങ്ങളിലും മണ്ഡലങ്ങളിലും ഈ മഹാമാരിയുടെ ഒരു ക്ലേശവും ഉണ്ടാകാതെ ദൈവം സൂക്ഷിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നാം പാർക്കുന്ന രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എത്രയും വേഗത്തിൽ ഈ മഹാമാരിക്ക് കർത്താവിന്റെ കരം തന്നെ ഒരറുതി വരുത്തേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം കർത്താവ് മടക്കി തരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് കർത്താവിന്റെ കരം തന്നെ മഹാമാരിക്ക് നമ്മുടെ രാജ്യത്ത് ഒരു അറുതി വരുത്തുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശേഷാൽ നമ്മുടെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലായി വളരെയധികം പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഉണ്ടല്ലോ. നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കർത്താവരെയൊക്കെ കോട്ടകളിൽ മറയ്ക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരം ഈ വിഷയത്തിൽ അത്ഭുതം ചെയ്യേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ വിവിധ ആവശ്യങ്ങളുടെ നടുവിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത്, ദുഃഖങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായി അനേക പ്രിയപ്പെട്ടവർ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടല്ലോ. അവരുടെയൊക്കെ ബന്ധുക്കളെ, ചാർച്ചക്കാരെയൊക്കെ കർത്താവ് തന്നെ ആശ്വസിപ്പിക്കേണ്ടതിന് വേണ്ടി, ദുഃഖത്തിലും ഭാരത്തിലുമായിരിക്കുന്നവരെയൊക്കെ കർത്താവ് തന്നെ ആശ്വസിപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളൊക്കെ ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി, മാനസികമായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരുടെയും ജോലിയിൽ ഒരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഭാരങ്ങളോ ഉണ്ടാകാതെ ദൈവം സൂക്ഷിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഡോക്ടേഴ്സ്, നഴ്സസ്, ലാബ് ടെക്നീഷ്യൻസ്,
ഫാർമസിസ്റ്റുകള്, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ഓപ്പൺ ഡോറിൽ വർക്ക് ചെയ്യുന്നവരെ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ബിസിനസ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. വ്യത്യസ്ത ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കാം. എല്ലാവരോടും ദൈവ സാന്നിധ്യം കർത്താവ് നൽകേണ്ടതിന്, എല്ലാവർക്കും ദൈവിക അനുഗ്രഹങ്ങളും നന്മകളും ഉയർച്ചകളും കർത്താവ് നൽകേണ്ടതിന്, തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഒരു നിമിഷം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് എല്ലാവരും ചേർന്ന് ഒരു നിമിഷം നന്ദിയോട് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരിക്കലൂടെ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. കർത്താവേ, വിവിധ വിഷയങ്ങളുമായി ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കൃപയും സാന്നിധ്യവും പരിപാലനവും നൽകണമേ. ഞങ്ങൾ സമർപ്പിച്ചതായ, ഞങ്ങൾ ദൈവസന്നിധിയിൽ ഓർപ്പിച്ചതായ എല്ലാ വിഷയങ്ങളും ഒരിക്കലൂടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആ വിഷയങ്ങളുമേലെല്ലാം ഒരു ദൈവപ്രവൃത്തി അവിടുന്ന് അയക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ ഒരിക്കലൂടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇത്രയും വേഗത്തിൽ എല്ലാ കാര്യങ്ങളും പൂർവ്വസ്ഥിതിയിൽ എത്തിച്ചേരുവാൻ എന്റെ ദൈവം തന്നെ അത്ഭുതം ചെയ്യണമേ. അവിടുത്തെ കരം തന്നെ ആ വിഷയത്തിന്മേൽ ഇറങ്ങി വരണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടോ ഭാരമോ പ്രയാസമോ കൂടാതെ ഓരോ നിമിഷവും ജയോത്സവമായി നടത്തണമേ. കർത്താവ്, ആരുടെയും ജോലിയിൽ ഒരു പ്രയാസം ഉണ്ടാകാതെ സൂക്ഷിക്കണമേ. കർത്താവെ, വിശേഷാൽ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം കർത്താവ് സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ആർക്കും ഈ മഹാമാരിയുടെ ഒരു ക്ലേശം ഉണ്ടാകാതെ ദൈവം പരിപാലിക്കണമേ. ശാരീരിക സൗഖ്യമില്ലാത്തവർക്ക് ആണിപ്പഴുതേറ്റ കരം തൊട്ട് ദൈവം വിടുവിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലകളിലും അങ്ങയുടെ നാമം ഉയരുവാൻ ദൈവം ഇടയാക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആയിരിക്കും സ്ഥാനങ്ങളിൽ, മണ്ഡലങ്ങളിൽ ദൈവം എല്ലാവരെയും സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയാം കുടുംബങ്ങളെല്ലാം ഒരിക്കലൂടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുദ്രയിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രക്തമടയാളമായിരിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിരുന്ന മഹത്വത്തിനാക്കണമേ. തുടർന്ന് ചില നിമിഷങ്ങളോട് അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്ന വലിയ അനുഗ്രഹത്തിന് കാരണമാക്കണം. ദൈവത്തിരുന്ന മഹത്വത്തിനാക്കണമേ. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം, സ്തോത്രം. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതോർത്ത് ഒരിക്കലൂടെ എല്ലാവരും ചേർന്ന് നന്ദിയോട് നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാനിടയായി തീരട്ടെ. സ്തോത്രം, 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 സ്തോത്രം. തുടർന്ന് നാം അല്പസമയം തിരുവചനത്തിന് മുൻപാകെ ആയിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. വളരെ സുപരിചിതമായ ഒരു വേദഭാഗം ഈ രാത്രിയിലത്തെ വിചിന്തനത്തിനായി നമുക്ക് ഒരുമിച്ച് വായിക്കാം. ലെറ്റ് us turn our attention to the book of Isaiah, chapter 41, verse 10. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഇവിടെ വായിക്കുന്നു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാവുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ വീണ്ടും അങ്ങയുടെ പാദപീഠത്തിൽ അടുത്തു വരുന്നു. സ്വർഗത്തിലെ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതും ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട ദൈവവചനം അതേ ആത്മാവിന്റെ ശക്തിയോടെ ഞങ്ങൾക്ക് വിഭാഗിച്ചു തരണമേ. വചനത്തിന്റെ വാതിലുകളെ അവിടെ തുറക്കണമേ. ഒരുമിച്ച് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കലൂടെ നമുക്ക് വായിക്കാം. നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും. അപ്പൊ ശ്രദ്ധിച്ചേ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമുക്ക് വളരെ സുപരിചിതമായ പുസ്തകമാണ്. ഞാൻ ഒരിക്കൽ യെശയ്യാ പ്രവാചകനെ കുറിച്ച് ഓർപ്പിച്ചിട്ടുണ്ട്. BC 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അഗ്രഗണ്യനായ പ്രവാചകനായിരുന്നു യെശയ്യാ പ്രവാചകൻ. BC 740 തന്റെ ശുശ്രൂഷ താൻ ആരംഭിക്കുന്നതെന്ന് ചരിത്രം പറയുന്നു. തന്റെ സമകാലികന്മാരായ ചെറിയ പ്രവാചകന്മാരായ ഹോഷിയ, ആമോസ്, മീഖ തുടങ്ങിയവരെ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. വളരെ ശക്തിയേറിയ തേജസ്സിന്റെ ശുശ്രൂഷ ചെയ്ത യെശയ്യാ പ്രവാചകൻ ഇവിടെ പറയുന്നതായ വാക്കുകളും എന്ന് പറയുന്നത് ദി ആൻസർ ടു ഫിയർ, അല്ലെങ്കിൽ ഭയത്തിനുള്ള ഉത്തരമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവം വളരെ കൃത്യതയോടുകൂടെ കൽപ്പിച്ചിരിക്കുന്ന ഒരു വാക്കാണ് ഫിയർ നോട്ട്, ഭയപ്പെടേണ്ട. തിരുവചനം ഉടനീളം പഠിക്കുമ്പോൾ 366 പ്രാവശ്യം 366 ടൈംസ് വേദപുസ്തകത്തിൽ ഉടനീളം രേഖപ്പെടുത്തിയിട്ടുള്ള പദമാണ് നീ ഭയപ്പെടേണ്ട. അപ്പൊ അങ്ങനെയെങ്കിൽ മനസ്സിലാക്ക്, നമ്മൾ ഒരു വർഷത്തിൽ സാധാരണഗതിയിൽ
ലീപ്പ് ഇയർ അല്ലെങ്കിൽ 365 ദിവസങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ലീപ്പ് ഇയർ ഉൾപ്പെടെയുള്ള ദിവസങ്ങൾ കൂട്ടിയാൽ പോലും, ഓരോ ദിവസം ഓരോ പ്രാവശ്യം കണക്കാക്കിയാൽ പോലും 366 ടൈംസ്, 366 പ്രാവശ്യം തിരുവചനത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന പദമാണ് ഭയപ്പെടേണ്ട. ഫിയർ നോട്ട്, ഭയപ്പെടേണ്ട. അപ്പൊ അങ്ങനെയെങ്കിൽ ദൈവം കൽപ്പിച്ചിരിക്കുന്ന, ഗോഡ് കമാൻഡ്സ് us ഫിയർ നോട്ട്, നിങ്ങൾ ഭയപ്പെടുവാനായിട്ട് പാടില്ല എന്നാണ്. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മനസ്സിൽ തന്ന ചില ചിന്തകൾ ഓർപ്പിച്ച് വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ദൈവമക്കളാകുന്ന നമുക്ക് ഭയമുണ്ടാകും. ശ്രദ്ധിക്കുക, ഈ ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പല സന്ദർഭങ്ങളിലും ഭയത്തിന് അടിമകളായി തീരാറുണ്ട്. അത് ലോകമനുഷ്യരായാലും ദൈവമക്കളായാലും ആരായിരുന്നാലും. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ആസ് ചിൽഡ്രൻ ഓഫ് ഗോഡ് വി വിൽ ഫേസ് ഫ്രൈറ്റനിങ് സിറ്റുവേഷൻ. ദൈവമക്കളാകുന്ന നമുക്കും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയാനകമായ ചില സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് രണ്ട് ചിന്തകൾ വളരെ വേഗത്തിൽ പറയുവാനായിട്ട് ഇടയായിത്തീരുക. ഞാൻ പറഞ്ഞല്ലോ, ആസ് ചിൽഡ്രൻ ഓഫ് ഗോഡ് വി വിൽ ഫേസ് ഫ്രൈറ്റനിങ് സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ദൈവമക്കളാകുന്ന നമ്മളും ചില ഭയാനകമായ പേടിപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ നേരിടേണ്ടതായിട്ട് വരും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദൈവമക്കളാകുമ്പോൾ തന്നെ വി ആർ നോട്ട് എക്സംപ്റ്റഡ് ഫ്രം ട്രബിൾ. നാം ദൈവമക്കളായിരിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവുള്ളവരല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പ്രതികൂലങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവുള്ളവരല്ല നമ്മൾ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ നേരിടുന്നത് പോലെയുള്ള പ്രതികൂലങ്ങൾ നമുക്കും നേരിടേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് കർത്താവ് തന്നെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പൊ അതാണ് അതിന്റെ യഥാർത്ഥമായ വസ്തുത എന്ന് പറയുന്നത്. ലോകത്തിൽ കഷ്ടതയില്ലെന്നല്ല, പ്രതികൂലങ്ങൾ ഇല്ലെന്നല്ല, പക്ഷെ ജയാളിയായ ഒരു കർത്താവിനെയാണ് ഞാനും നിങ്ങളും പിന്തുടരുന്നത് എന്നുള്ളതാണ് എന്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ ദൈവമക്കളാകുന്ന നമുക്ക് പ്രതികൂലങ്ങളിൽ നിന്ന് ഒഴിവില്ലെന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ സംഭവം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, യേശുവിനോട് ഒപ്പം നടന്ന ശിഷ്യന്മാര്, യേശു പേര് ചൊല്ലി വിളിച്ച ശിഷ്യന്മാര്, തന്നോടുകൂടെ നടക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനും വീര്യപ്രവർത്തികൾ ചെയ്യുവാനും ഭൂലോകമെങ്ങും പോയി തന്റെ സുവിശേഷം അറിയിക്കുവാനും തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരെ നമ്മൾ പഠിക്കുമ്പോൾ, ദ ഡിസൈപ്പിൾസ് അല്ലെങ്കിൽ ശിഷ്യന്മാർ, അവരും ധാരാളം വെല്ലുവിളികളെ നേരിട്ടിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ the disciples while walking with Jesus faced fearful problems. യേശുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാരും ധാരാളം പ്രതികൂലങ്ങളെ അഭിമുഖീകരിച്ചു എന്ന്, അല്ലെങ്കിൽ ഭയാനകമായ പേടിപ്പെടുത്തുന്നതായ അനുഭവങ്ങളെ അവരുടെ ജീവിതത്തിൽ നേരിട്ടു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതിൽ ഏറ്റവും എല്ലാ ഭാഗങ്ങളും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ റെഫറൻസ് മാത്രം പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സംഭവങ്ങൾ, യേശുവും ശിഷ്യന്മാരുമായി മറുകരയിലേക്ക് പോകുമ്പോൾ ശക്തിയേറിയ കാറ്റ് ഈശാനമൂലൻ ആഞ്ഞടിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അവിടെ നമ്മൾ കാണുന്നത് യേശു അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കൂ, യേശു കൂടെയുണ്ടായിരുന്ന സമയത്തും ശിഷ്യന്മാര് ഏറ്റവും വലിയ പ്രതികൂലം അവരനുഭവിച്ചു എന്ന്
തിരുവചനത്തിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ അത് എന്താ അർത്ഥമാക്കുന്നത്? യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാര് they also face the fearful problems എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രതികൂലമായ ചില പ്രശ്നങ്ങൾ ശിഷ്യന്മാരും നേരിട്ടു. അവർക്ക് അവിടെ സ്വന്തം കഴിവിനാൽ ആ പ്രശ്നത്തെ പരിഹരിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അവർ യേശുവിനെ ഉണർത്തുകയും യേശു എഴുന്നേറ്റ് കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാവുക എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ജീവിത പടകിന് നേരെ ആഞ്ഞടിച്ച് ആ കാറ്റടങ്ങി, കടൽ ശാന്തമായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ശിഷ്യന്മാർക്ക് യേശുവിനോട് കൂടെയുള്ളപ്പോൾ തന്നെ പ്രതികൂലത്തിന്റെ ഫ്രൈറ്റനിങ് ആയിട്ടുള്ള ഭയാനകമായ പേടിപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ ഇന്ന് രാത്രി ഞാനും നിങ്ങൾ മനസ്സിലാക്കുക, ഈ കാലഘട്ടത്തിലും ഭയാനകമായതും പേടിപ്പെടുത്തുന്നതുമായ സംഭവങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ മാസങ്ങളിൽ നമ്മൾ കടന്നു പോകുന്ന ചില അനുഭവങ്ങൾ തന്നെ ചിന്തിച്ചാൽ അത് മനുഷ്യ മനസ്സിനെ എത്രയോ ഭയപ്പെടുത്തുന്നതാണ്, അത് മനുഷ്യ മനസ്സിനെ എത്രയോ പേടിപ്പെടുത്തുന്നതാണ്. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും, ആ പ്രതികൂലത്തിന്റെ നടുവിൽ ആ ശിഷ്യന്മാർക്ക് വേണ്ടി എഴുന്നേറ്റ് കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാവുക എന്ന് പറഞ്ഞ യേശു എനിക്ക് വേണ്ടി എന്റെ ജീവിത പടകിൽ എഴുന്നേറ്റത് കൊണ്ടാണ് ഇന്ന് രാത്രിയും സന്തോഷത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. ആ ബോധ്യമുള്ള പ്രിയപ്പെട്ടവര് ഇന്ന് രാത്രി എത്ര പേരുണ്ട്? ആ യേശു എന്റെ ജീവിത പടകിലുണ്ടെന്ന് വിശ്വാസമുള്ളവര് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരട്ടെ. മറ്റൊരു സന്ദർഭത്തിൽ നമുക്കറിയാം, യേശുവും ശിഷ്യന്മാരും ഒരുമിച്ചായിരിക്കുമ്പോൾ അനേക പുരുഷാരം ഒരുമിച്ച് കൂടി. നേരെ സന്ധ്യയായി, നിർജ്ജന പ്രദേശമാണ്. ശിഷ്യന്മാർ യേശുവിനോട് പറയുക, ഗുരു, സന്ധ്യയായി, പട്ടണം ദൂരെയാണ്, നിർജ്ജന പ്രദേശമാണ്, ആഹാരം കൈക്കൊള്ളാതെ ഇവരിവിടെ ഇരിക്കുക, അവരെ അതുകൊണ്ട് പറഞ്ഞയക്കണമെന്ന്. പക്ഷെ യേശു അവരോട് പറയുന്നത്, നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കണം, നിങ്ങളുടെ ഇടയിൽ എന്തുണ്ടെന്ന് അന്വേഷിപ്പീൻ. അപ്പോൾ നോക്കിയേ, യേശു കൂടെയുള്ളപ്പോഴും ഈ പുരുഷാരത്തിന്റെ നടുവിൽ യേശുവിന് അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന് ശിഷ്യന്മാർക്ക് മുൻപുള്ള അനുഭവങ്ങൾ ചിന്തിച്ചാൽ, അതിനു മുമ്പ് യേശു ചെയ്ത അത്ഭുതങ്ങൾ നേരിൽ കണ്ട, അതിന് സാക്ഷികളായ, അതിന് ഇൻവോൾവ് ആയ ശിഷ്യന്മാർ ഒരു നിമിഷം ചിന്തിച്ചിരുന്നെങ്കിൽ അവർക്കറിയാം, അവർ മനസ്സിലാക്കിയനേയും ഇതൊരു വിഷയമല്ലെന്ന്, യേശുവിന് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്ന്. എന്നാൽ ആ സമയത്ത് അവരുടെ അങ്കലാപ്പാണ് അവിടെ കാണുന്നത്. എന്താ അവർ യേശുവിനോട് പറയുന്നത്? പട്ടണം വളരെ ദൂരെയാണ്, അതുകൊണ്ട് ആഹാരം കൈക്കൊള്ളാൻ അവരെ പറഞ്ഞയക്കണം. അപ്പൊ നോക്കിയേ, ഗുരു കൂടെയുള്ളപ്പോൾ തന്നെ, അരിമനാഥനായ കർത്താവ് കൂടെയുള്ളപ്പോൾ തന്നെ ഈ ശിഷ്യന്മാര് ഒരുപാട് പ്രതികൂലങ്ങൾ കടന്നുപോയി, അല്ലെങ്കിൽ ഫ്രൈറ്റനിങ് സിറ്റുവേഷനിൽ, ഭയാനകമായ പേടിപ്പെടുത്തുന്നതായ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത്, അവിടെ യേശു എന്താ ചെയ്തത്? ഒരു പിഞ്ചുബാലന്റെ കയ്യിലെ 5 അപ്പവും 2 മീനും അത് ഉയരത്തിലേക്ക് നോക്കി വാഴ്ത്തി അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സകലർക്കും അത് വിളമ്പുവാൻ, പന്തിയിൽ വിളമ്പുവാൻ മാനമുള്ളതായി മാറിയെന്ന് മാത്രമല്ല, അത് ബാലൻസും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അങ്ങനെയെങ്കിൽ യേശുവിനോട് കൂടെയുള്ള യാത്രയിൽ പ്രതികൂലങ്ങൾ ഇല്ലെന്നല്ല, പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഇല്ലെന്നല്ല, ഭയാനകമായ അനുഭവങ്ങൾ വരത്തില്ലെന്നല്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കൂ, ഭയാനകമായ അനുഭവങ്ങൾ വന്നാലും, പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ വന്നാലും, നിന്റെ ജീവിത പടകിൽ യേശു ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിത പടകിൽ യേശു ഉണ്ടെങ്കിൽ, കാറ്റേ അടങ്ങുക എന്ന് പറഞ്ഞവൻ, കടലേ ശാന്തമാവുക എന്ന് പറഞ്ഞവൻ, എത്ര വലിയ പ്രതികൂലമായിരുന്നാലും അത് എനിക്ക് വേണ്ടി അത് സമഭൂമിയാക്കി തരുമെന്ന് ഇന്ന് രാത്രി വിശ്വസിപ്പാൻ കഴിയുമെങ്കിൽ അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ബലം ക്ഷീണിക്കുമ്പോൾ, നമ്മുടെ കഴിവുകൾ കുറയുമ്പോൾ, നമ്മുടെ പ്ലാനുകളും പദ്ധതികളും അതിന്റെ പൂർത്തീകരണത്തിൽ എത്തുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ, ചിന്തകളും ഉദ്ദേശങ്ങളും നടക്കാതെ മുൻപോട്ട് പോകുമ്പോൾ, ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ അരുമനാഥനെ ഒന്നുകൂടെ ജീവിത പടകിൽ ഉണർത്തുവാൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ആ ദൈവത്തെ ഒന്നുകൂടെ ഉണർത്തുവാൻ ഇന്ന് രാത്രി എത്ര പേര് തയ്യാറാകുമെന്ന് ഒരു നിമിഷം ദൈവസനെ നമുക്ക് തന്നെ ഒന്ന് ചിന്തിക്കാം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും
ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. വീണ്ടും യെശയ്യാ പ്രവാചകൻ തന്നെ പറയുന്ന വാക്യത്തിലേക്ക് നമുക്ക് വരാം. യെശയ്യാ ചാപ്റ്റർ 40 വേഴ്സ് 28 ഫോളോയിങ്, 40-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങളൊന്നും നോക്കിയേ. നിനക്ക് അറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയം അത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്ന ശക്തി നൽകുന്നു. അവൻ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബലമില്ലാത്തവനെ ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. യൗവനക്കാർ വിടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഭയപ്പെടേണ്ട എന്ന് ദൈവമാണ് പറഞ്ഞതെങ്കിൽ 366 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞെങ്കിൽ, ഇന്ന് രാത്രി ഭയത്തോടിരിക്കുന്ന ദൈവമക്കളോട്, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് എനിക്ക് ഓർപ്പിപ്പാനുള്ളത്, എന്റെ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ആ ദൈവം നിങ്ങളെ വിടുവിപ്പാൻ ശക്തനായ ദൈവമാണ്, അത്ഭുതങ്ങളുടെ ദൈവമാണ്. രണ്ടാമത്തെ വാക്ക് നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ, ബി നോട്ട് ഡിസ്മേഡ്, ഭ്രമിച്ച് നോക്കരുത്. അവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആസ് ക്രിസ്ത്യൻസ് വി വിൽ ഫേസ് കൺഫ്യൂസിംഗ് സിറ്റുവേഷൻസ്. അപ്പൊ നോക്കിയേ, ദൈവമക്കളാകുന്ന നമുക്ക് ചില സന്ദർഭങ്ങളിലെങ്കിലും ചിന്താക്കുഴപ്പത്തിന്റെയും ആശങ്കയുടെയും സ്ഥിതിവിശേഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നോക്കിയേ, മുമ്പേ നമ്മൾ കണ്ടു ഫ്രൈറ്റനിങ് സിറ്റുവേഷൻ, പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ. രണ്ടാമത്തേതാണ് ഇവിടെ നമ്മൾ കാണുന്നത്, ചിന്താക്കുഴപ്പത്തിന്റെയും ആശങ്കയുടെയും സ്ഥിതിവിശേഷം. അപ്പൊ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയേണ്ടത്, കൺഫ്യൂസിംഗ് സിറ്റുവേഷൻസ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ജോലിക്ക് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ കൺഫ്യൂസിംഗ് സിറ്റുവേഷൻ ഉണ്ടാകും. ബിസിനസ് ഡൗൺ ആയി തുടങ്ങുമ്പോൾ, കൈവിട്ടു പോകുമ്പോൾ കൺഫ്യൂസിംഗ് സിറ്റുവേഷൻ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നനയ്ക്കാത്ത ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കൺഫ്യൂസിംഗ് സിറ്റുവേഷൻ ഉണ്ടാകും. നമ്മുടെ ഏതെങ്കിലും പ്രിയപ്പെട്ടവരുടെ പെട്ടെന്നുള്ള ഒരു മരണവാർത്ത കേൾക്കുമ്പോൾ ആകപ്പാട് കൺഫ്യൂസ്ഡ് സിറ്റുവേഷൻ ഉണ്ടാകും. ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയേണ്ടത്, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ചില സന്ദർഭങ്ങളിലെങ്കിലും ഭ്രമിച്ചു പോകുന്ന, അല്ലെങ്കിൽ ചിന്താക്കുഴപ്പങ്ങളുടെ, ആശങ്കകളുടെ നിമിഷങ്ങളും സ്ഥിതിവിശേഷങ്ങളും ഉണ്ടാകാറുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു നിമിഷം ശ്രദ്ധിച്ചു നോക്കിയേ, ഒരിക്കലെങ്കിലും ഈ സ്ഥിതിവിശേഷം ഉണ്ടാകാത്ത, പേടിക്കുന്ന അനുഭവം ഉണ്ടാകാത്ത, പേടിപ്പെടുത്തുന്ന പ്രതികൂലങ്ങൾ ഉണ്ടാകാത്ത, ആശങ്കയുടെ നിമിഷങ്ങൾ ഉണ്ടാകാത്ത ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടോ? പക്ഷെ ഒരു കാര്യം ഇന്ന് രാത്രി നമുക്ക് എന്താ ധൈര്യമായിട്ട് പറയാൻ കഴിയുന്നത്? ആ പേടിപ്പെടുത്തുന്ന സ്ഥിതിവിശേഷങ്ങളുടെ നടുവിൽ, ഭ്രമിച്ചു പോകേണ്ട സ്ഥിതിവിശേഷങ്ങളുടെ നടുവിൽ, ആശങ്കപ്പെടേണ്ട സ്ഥിതിവിശേഷങ്ങളുടെ നടുവിൽ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു കരമുണ്ട്. എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ഒരു കരമുണ്ട് ഇന്ന് രാത്രി. അതുകൊണ്ട് ദൈവത്തിന് നമ്മോട് പറയുവാനുള്ളത്, എന്റെ പ്രിയ ദൈവജനമേ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവവൈതലേ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലേ, നീ പേടിക്കേണ്ട, നീ ഭ്രമിക്കേണ്ട. പിന്നെ നീ എന്താ ചെയ്യേണ്ടത്? സീക്ക് ആൻഡ് വെയിറ്റ് ആൻഡ് ടു ഗോഡ്. ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുക. എന്താണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് നമുക്ക് പ്രാരംഭത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. ഗോഡ് ഈസ് വർക്കിംഗ് ബൈ എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സെറ്റ് ഓഫ് വാല്യൂസ്. ദൈവത്തിന്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളെക്കാൾ ഉയർന്നതാ. ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴികളെക്കാൾ ഉയർന്നതാ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഗോഡ് ഹാസ് ഹിസ് ഓൺ വേസ്. ദൈവത്തിന് ദൈവത്തിൻ്റെതായ വഴികളുണ്ട്. അത് സമുദ്രത്തെങ്കിൽ സമുദ്രത്തിൽ ദൈവത്തിന്റെ വഴിയുണ്ട്, ഡെസേർട്ടെങ്കിൽ മരുഭൂമിയെങ്കിൽ അവിടെ ദൈവത്തിന്റെ വഴിയുണ്ട്, തീച്ചൂളയെങ്കിൽ അവിടെ ദൈവത്തിന്റെ വഴിയുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങൾ നമ്മൾ എടുക്കൂ, അവിടെ എല്ലാം ദൈവത്തിന്റെ വഴികളുണ്ട്. പക്ഷെ ആ വഴി തുറക്കണമെങ്കിൽ സീക്ക് ആൻഡ് വെയിറ്റ് അൺടു ദ ലോർഡ്. ദൈവത്തെ കാത്തിരിക്കുക, ദൈവത്തെ അന്വേഷിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇസ്രായേല് യാത്ര ചെയ്തപ്പോൾ
ചെയ്തപ്പോൾ ചെങ്കടലിൽ അവർക്ക് വേണ്ടി ചെങ്കൽ പാതയൊരുക്കിയെങ്കിൽ, അവിടെ അപ്പുറം കടന്നതിന് ശേഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ അവർക്ക് വേണ്ടി മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്ത സ്വർഗീയ മന്ന ദൈവം അവർക്ക് പൊഴിച്ചു കൊടുത്തെങ്കിൽ, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി ദൈവം അവരോട് കൂടെയിരുന്നെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, 2 വാക്കുകൾ ആവർത്തിച്ച് ദൈവം ഓർപ്പിക്കുകയാണ്. പരിഭ്രമിക്കേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, പേടിക്കേണ്ട. ഇന്ന് രാത്രി എത്ര പേര് അതിന്റെ മുമ്പിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരും? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കുക, ഭയപ്പെടേണ്ട എന്നും പേടിക്കേണ്ട എന്നും പറഞ്ഞ കർത്താവ് 3 കാര്യങ്ങളിലൂടെയാണ് എന്നെയും നിങ്ങളെയും ധൈര്യപ്പെടുന്നത്. നമ്മൾ വായിച്ച കുറിവാക്യത്തിലൂടെ ഞാൻ പ്രസംഗ സമയം ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 3 കാര്യങ്ങളാണ് ദൈവം പറയുന്നത്. ഒന്നാമതായിട്ട്, God will strengthen you and me. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഇന്ന് രാത്രി ഭ്രമിച്ചു നോക്കേണ്ട എന്ന് പറഞ്ഞ, പേടിക്കേണ്ട എന്ന് പറഞ്ഞ ദൈവം വളരെ വ്യക്തിപരമായി എന്നോടും നിങ്ങളോടും പറയുകയാണ്, God will strengthen you and me. God will strengthen you and me. എന്നെയും നിങ്ങളെയും ദൈവം ശക്തീകരിക്കും. ഞാൻ നിന്നെ ശക്തീകരിക്കും. When you feel your strength is slipping, he will hold you. നിങ്ങളുടെ ബലം കുറഞ്ഞു പോയെന്ന്, നിങ്ങൾ ക്ഷീണിച്ചു പോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അവൻ നിങ്ങളെ വഹിക്കുന്ന ദൈവമാണ്, അവൻ നിങ്ങളെ ശക്തീകരിക്കുന്ന ദൈവമാണ്, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, ആ ദൈവം എന്നെ സ്ട്രെങ്തൻ ചെയ്യുമെന്ന്, ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന് ഒരു ദൂതായി ഈ രാത്രി എത്ര പേര് ഏറ്റെടുക്കും? ഈ മഹാമാരിയുടെ സമയത്ത്, ഈ പ്രതികൂലത്തിന്റെ സമയത്ത്, മുമ്പേ ഞാൻ ഓർപ്പിച്ചതുപോലെ, ജോലിയോടുള്ള ബന്ധത്തിലോ ബിസിനസിനോടുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മേഖലയിലോടുള്ള ബന്ധത്തിലോ ഇന്ന് രാത്രി വിഷമിക്കുന്നു എങ്കിൽ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ചിന്താ കുഴപ്പങ്ങളുണ്ടെങ്കിൽ, ആശങ്കയുടെ നിമിഷങ്ങൾ ഉണ്ടെങ്കിൽ, പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, എന്റെ ദൈവം പറയുന്നു, I will strengthen you. ഞാൻ നിന്നെ ശക്തീകരിക്കും. നീ വീഴാൻ തുടങ്ങുമ്പോൾ ഞാൻ നിന്നെ ഹോൾഡ് ചെയ്യും. ആ ദൈവമല്ലേ ഇന്ന് വരെ ഹോൾഡ് ചെയ്തത്? ആ ദൈവമല്ലേ ഇന്ന് വരെ പരിപാലിച്ചത്? ആ ദൈവമല്ലേ ഇന്ന് വരെ നടത്തിയത്? ഒരിക്കലൂടെ എത്ര പേരെ ഏൽപ്പിച്ചു കൊടുക്കും? രണ്ടാമതായിട്ട് ആ കർത്താവ് പറയുകയാണ്, I will help you. ഞാൻ നിന്നെ സഹായിക്കും. ഒന്ന്, ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ, രണ്ടാമതായി പറയുകയാണ്, ഞാൻ നിന്നെ സഹായിക്കും. When everybody let you down, when the load too heavy, നിങ്ങളുടെ എല്ലാവരും ഉപേക്ഷിക്കുമ്പോൾ, എല്ലാവരും തള്ളിക്കളയുമ്പോൾ, നിങ്ങളുടെ ഭാരം വളരെ വലുതായിരിക്കുമ്പോൾ, when the load is too heavy for you, മനസ്സിലാക്കൂ, ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല, ഒരിക്കലും നിങ്ങളെ ദൈവം ഉപേക്ഷിക്കത്തില്ല. അത് കണ്ട് പരിഭ്രമിക്കാതെ, ആ പ്രയാസങ്ങൾ കണ്ട് പേടിച്ചു പോകാതെ, ദൈവസന്നിധി മുമ്പ് ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവത്തെ അന്വേഷിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാ പറയുന്നു, I will help you. ഞാൻ നിന്നെ സഹായിക്കും. ഈ ലോകത്തിൽ ആർക്കും പറയാൻ കഴിയാത്തൊരു കാര്യമല്ലേ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെ സഹായിക്കും. ഇന്ന് രാത്രി അതിനുവേണ്ടി എത്ര പേര് ഒന്ന് സമർപ്പിക്കാനായിട്ട് ഇടയായിത്തീരും? മൂന്നാമതായിട്ട് ദൈവം പറഞ്ഞിരിക്കുകയാണ്, I will uphold thee. I will uphold you. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നോക്കി, എത്ര സുരക്ഷിതമായ അനുഭവം. If God is with you, you will not sink. ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ നീ മുങ്ങിപ്പോകത്തില്ല. ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ നീ താളടിയാകത്തില്ല. തൽക്കാലത്തേക്ക് എല്ലാവരും നിന്നെ നിന്ദിച്ചാലും, എല്ലാവരും നിന്നെ മറന്നാലും, ഒന്നും കാണാനില്ലെന്ന് നിനക്ക് മുൻപിൽ ശൂന്യത മാത്രമേ ഉള്ളെന്ന് തോന്നിയാലും, ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നു, I will uphold you. ഞാൻ എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഒരു നിമിഷം ശ്രദ്ധിച്ചേ, എന്റെയും നിങ്ങളുടെ ജനനം മുതൽ ഈ നിമിഷം വരെ ഈ ദൈവത്തിന്റെ ഉള്ളംകരങ്ങളിലാണ് ദൈവം നമ്മെ താങ്ങിയതെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് ദൂതായി തന്നെ വിളിച്ചു പറയുന്നു, തുടർന്നും തന്റെ ഉള്ളംകരത്തിൽ അവൻ നിങ്ങളെ താങ്ങും. നഷ്ടപ്പെട്ടു പോയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്, ആശങ്കപ്പെടുന്നത്, പേടിപ്പെടുത്തുന്നത് എന്റെ ദൈവം നിങ്ങൾക്ക് മടക്കി തരും. ഇന്ന് രാത്രി എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അവന്റെ ശാശ്വത ഭുജങ്ങൾ
എന്റെയും നിങ്ങളുടെയും കീഴിലുണ്ട്. ആ ഭുജങ്ങൾ എന്നെയും നിങ്ങളെ വഹിക്കുമെന്ന് ഇന്ന് രാത്രി ബോധ്യമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഇന്ന് രാത്രി സന്തോഷത്തോടെ ദൈവത്തോട് പറ, കർത്താവേ, ഞാൻ ആശങ്കപ്പെടുമ്പോൾ, എന്റെ വ്യത്യസ്ത മേഖലയിലുള്ള പ്രതികൂലങ്ങൾ നിമിത്തം ഞാൻ പേടിക്കുമ്പോൾ, എന്റെ ദൈവം എന്നോട് പറയുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ ദൈവം എന്നോട് പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ ദൈവം എന്നോട് പറയുന്നു, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എന്റെ ശാശ്വത ഭുജങ്ങൾ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എന്റെ ശാശ്വത ഭുജങ്ങൾ നിന്റെ കീഴെയുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് രാത്രി വളരെ വിശ്വാസത്തോട് പൗലോസിനോട് പറഞ്ഞ വാക്കുകൾ നമ്മൾ ഒന്നുകൂടെ ഓർക്കാം. പൗലോസിനോട് കർത്താവ് പറഞ്ഞല്ലോ, ദൈവം പറഞ്ഞ വാക്കുകൾ എന്താണ്? എന്റെ കൃപ നിനക്ക് മതി. ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ കൃപയിൽ ഒന്നുകൂടെ സമർപ്പിപ്പാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഇന്ന് രാത്രി സമർപ്പിക്കുന്ന ദൈവമക്കൾക്ക് തിരുവചനത്തിൽ കാണുന്ന പോലെ പറയാൻ കഴിയും, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്നവൻ ഓർക്കുന്നു. ഇന്ന് രാത്രി എന്നെ ഓർക്കുന്ന, നിങ്ങളെ ഓർക്കുന്ന ദൈവം ദൂതായി വിളിച്ചു പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. നീ എന്നെ അന്വേഷിക്കുവാൻ, കാത്തിരിക്കുവാൻ തയ്യാറായാൽ, സമുദ്രത്തിൽ ചെങ്കടലിൽ ചെങ്കൽപാത ഒരുക്കിയ ദൈവം, മരുഭൂമിയിൽ മഞ്ഞ പൊഴിച്ച ദൈവം, മേഘസ്തംഭമായി അഗ്നിസ്തംഭമായി ഇസ്രായേലിനെ വാഗ്ദത്ത ദേശത്ത് എത്തിച്ച ദൈവം ശാശ്വത ഭുജങ്ങൾ കൊണ്ട് നമ്മെ താങ്ങുമെന്നും, ആ ദൈവം എന്നെ ശക്തീകരിക്കുമെന്നും, ആ ദൈവം എന്നെ സഹായിക്കുമെന്നും, അതിന്റെ വലം കൈകൊണ്ട് എന്നെ ഉയർത്തുമെന്നും, നീതിയുള്ള വലം കൈകൊണ്ട് എന്നെ ഉയർത്തുമെന്നും വിശ്വാസമുള്ളവർ ഒരു നിമിഷം കൂടെ നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഇന്ന് രാത്രി ആ ദൈവിക ദൂതിന് മുമ്പിൽ ഒരു നിമിഷം നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മെ തന്നെ ഒരു നിമിഷം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധാനത്തിങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു നിമിഷം ദൈവകരങ്ങളിൽ സമർപ്പിച്ച്, കേൾക്കപ്പെട്ട ദൂതിന്റെ മുൻപാകെ ഒരു നിമിഷം സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ഒരു പാട്ടിന്റെ ഒരു സ്റ്റാൻസ ചേർന്ന് നമുക്ക് പാടാം. ഹല്ലേലൂയ. നാനാ പരീക്ഷകൾ വേദനകൾ നന്നായി എനിക്കുണ്ടായിടിലും, നാനാ പരീക്ഷകൾ വേദനകൾ നന്നായി എനിക്കുണ്ടായിടിലും, നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എന്റെ ക്ഷീണം മാറന്നങ്ങു പോകുന്നു ഞാൻ. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എന്റെ ക്ഷീണം മാറന്നങ്ങു പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ നായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസ നായകനേശുവെ നോക്കി വിശ്വാസദേശത്തു പോകുന്നു. ഒരു നിമിഷം കൂടെ നമ്മെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഇന്ന് രാത്രി നാം ദൈവവചനത്തിലൂടെ കേട്ടതുപോലെ ഫ്രൈറ്റനിങ് സിറ്റുവേഷനിൽ, പേടിപ്പെടുത്തുന്ന സ്ഥിതിവിശേഷങ്ങളിൽ, അതുപോലെ കൺഫ്യൂസിംഗ് സിറ്റുവേഷനിൽ, ആശങ്കയുടെ നിമിഷങ്ങളിൽ, ചിന്താക്കുഴപ്പങ്ങളുടെ നിമിഷങ്ങളിൽ നമ്മെ കരുതുന്ന, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ, ഭ്രമിച്ചു നോക്കേണ്ട എന്ന് പറഞ്ഞ നമ്മുടെ ദൈവത്തെ ഒരു നിമിഷം കൂടെ നമുക്ക് ഓർക്കാം. ആ ദൈവമല്ലേ ദൂതായി രാത്രിയിൽ നമ്മോട് സംസാരിച്ചത്? ഐ വിൽ സ്ട്രെങ്തൻ യു, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കും. ഐ വിൽ അപ്ഹോൾഡ് യു, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇന്ന് രാത്രി ആ ദൂതിന് മുമ്പിൽ നമുക്കൊന്ന് സമർപ്പിക്കാം. ലോകത്തിൽ നാനാവിധ പരീക്ഷകളുണ്ട്, നമ്മൾ പാടിയതുപോലെ കഷ്ടതകളുണ്ട്, വേദനകളുണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ ജയോത്സവമായി നടത്തുന്ന ദൈവം, ചെങ്കടലിൽ ചെങ്കൽപാത ഒരുക്കുന്ന ദൈവം, മരുഭൂമിയിൽ മഞ്ഞ പൊഴിക്കുന്ന ദൈവം, അഗ്നിസ്തംഭത്തെയും മേഘസ്തംഭത്തെയും ഒരുക്കുന്ന ദൈവം, ഈ നാളുകളിൽ നാം കടന്നു പോകുന്ന ഈ പ്രത്യേക പരിതസ്ഥിതിയിൽ, ഈ പെൻഡമിക് സിറ്റുവേഷനിൽ, ഈ മഹാമാരിയുടെ സമയത്ത് കർത്താവ് തന്നെ അത്ഭുതം ചെയ്യേണ്ടതിന്
ഒരു നിമിഷം കൂടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മെ എല്ലാവരെയും ദൈവജനത്തിന് മുൻപാകെ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ വീണ്ടും അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്ത് വരും. ഞങ്ങൾ പ്രാർത്ഥിച്ചാരംഭിച്ച നിമിഷം മുതൽ അവിടെ നൽകിയ ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. പാടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തി, പ്രാർത്ഥിപ്പാനും മധ്യസ്ഥ ചെയ്യാനും ഞങ്ങളെ ബലപ്പെടുത്തി. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തെ തന്നു. അനുഗ്രഹീതമായ ദൈവവചനവും ദൈവിക ദൂതുകളും ഈ രാത്രി അവിടുന്ന് ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. കേൾപ്പിക്കപ്പെട്ട ദൂതിന് മുമ്പ് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവമാകുന്ന കർത്താവ് ഞങ്ങളെ തന്നെ ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ വലിയ ദൈവകൃപയും ദൈവ സാന്നിധ്യം അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ. അടുത്തൊരാഴ്ചക്കാലം ജീവിപ്പാൻ ആവശ്യമാകുന്ന ദൈവകൃപ ഉയരത്തിൽ നിന്ന് അവിടുന്ന് പകരണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയാം കുടുംബങ്ങളെ ഒരിക്കലൂടെ ഏൽപ്പിക്കുന്നു. എല്ലാ വ്യക്തികളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ച് എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. എല്ലാവർക്കും ഈ സന്ദേശം ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. തുടർന്നുള്ള നിമിഷങ്ങളിലും ദൈവ സാന്നിധ്യം അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തരണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സമസ്ത വിഷയങ്ങളും അങ്ങയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നാഥ, അവിടുന്ന് തന്നെ പ്രാർത്ഥന യാചന കേട്ടതിനാൽ നന്ദി പറയുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസം നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും കർത്താവായ യേശുവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ രാത്രിയും ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. ഈ ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കലൂടെ ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മൺഡേ നൈറ്റ് 9 o'clock ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കും. അതിൽ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.